നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. സന്തോഷവും നന്മകളും ഒക്കെ നിറഞ്ഞ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകളുള്ള ദിവസങ്ങൾ കൂടിയാണ്. ആദ്യം നമുക്ക് ആ വാർത്തകളിലേക്ക് പോകാം. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ആക്രമണം കടുപ്പിച്ച് ഇറാൻ. ഇസ്രയേലിലേക്ക് കൂടുതൽ മിസൈലുകൾ അയച്ചു. ഇറാഖിൽ ഒരു US സൈനിക വിമാനം തകർന്നു വീണു. ബഹ്റൈനിൽ വീണ്ടും ജാഗ്രതാ നിർദ്ദേശം. ഇറാനിയൻ പ്രസിഡന്റിനെ ആശങ്ക അറിയിച്ച് ഇന്ത്യ. അമേരിക്കയിലെ മിഷിഗണിൽ ജൂതപ്പള്ളിക്ക് നേരെ ആക്രമണം. പള്ളിയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി ആക്രമിയെ വെടിവെച്ചു കൊന്നു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ. കൂടുതൽ സീറ്റിൽ ധാരണയായേക്കും. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന്. പാചകവാതക ക്ഷാമം പരിഹരിക്കാൻ ഇടപെട്ട സംസ്ഥാന സർക്കാർ. സിലിണ്ടർ പരിധി ഉയർത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. പൂഴ്ത്തിവയ്പ് തടയാൻ എൻഫോഴ്സ്മെന്റ് സംഘം പരിശോധന നടത്തും. സംസ്ഥാന സർക്കാരുകൾ നിരീക്ഷണം വർദ്ധിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി. തൃശൂരിൽ വയോധികയെ കടിച്ചുകൊന്ന നായയെ അടിച്ചുകൊന്നു. നായയെ പിടികൂടിയത് രാത്രി 1:30-ഓടെ. മരിച്ചത് എരുമപ്പെട്ടി സ്വദേശിനി 84-കാരി കാർത്തിയായി. വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്ന ഇറാനിലേക്കാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുടെ സന്ദേശത്തിന് പിന്നാലെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഇസ്രയേലിലേക്ക് കൂടുതൽ മിസൈലുകൾ അയച്ചിരിക്കുകയാണ്. ബഹ്റൈനിൽ വീണ്ടും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇറാഖിൽ ഒരു US സൈനിക വിമാനം തകർന്നു വീണു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റിനെ വിളിച്ച് ആശങ്ക രേഖപ്പെടുത്തി. US ഇസ്രയേൽ ബന്ധമില്ലാത്ത എണ്ണക്കപ്പലുകൾക്ക് പ്രത്യേക അനുമതിയോടെ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാമെന്ന് ഇറാൻ അറിയിച്ചു. സംഘർഷം രൂക്ഷമാക്കിയാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. അജയ് സുധാബിച്ച് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇറാന്റെ പരമോന്നത നേതാവിന്റെ ആദ്യത്തെ സന്ദേശം പുറത്തു വരുമ്പോൾ യുദ്ധം കൂടുതൽ കടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അനുശ്രീ, ഈ യുദ്ധം തുടങ്ങി ഇപ്പോൾ ഏറെ നാളുകളായി. ഇപ്പോൾ മുജ്തബ ഖമനേയി, മുൻപ് ആയത്തുള്ള അലി ഖമനയുടെ മകനും അതുപോലെ തന്നെ അവിടെ സർക്കാരിൻ്റെ പല പ്രവർത്തനങ്ങളിലും പങ്കാളിത്തം വഹിച്ചിരുന്ന ആളായിരുന്നു ആയത്തുള്ള അലി ഖമനയുടെ നേതൃത്വത്തിൽ. അതുപോലെ ഇപ്പോൾ പുതിയ പരമോന്നത നേതാവായി സ്ഥാനമേൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊന്നും വന്നു കണ്ടില്ല. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മുജ്തബ ഖമനയുടെ ഭാഗത്തു നിന്നും പുതിയ ഒരു പ്രസ്താവന യുദ്ധത്തെ സംബന്ധിച്ച് പുറത്തു വരുന്നത്. അതിൽ അദ്ദേഹം വ്യക്തമാക്കിയത് പശ്ചിമേഷ്യയിലുള്ള US സൈനിക ബേസുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരും. ഇവ അടച്ചുപൂട്ടാതെ, ഇവ പൂർണ്ണമായിട്ടും ഇവയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാതെ ഈ ആക്രമണങ്ങൾക്ക് അയവുണ്ടാകില്ല എന്നും മുജ്തബ ഖമനേയി വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യയിൽ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഈ എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് ഒരു പ്രസ്താവനയായിട്ടാണ് ഇറാൻ്റെ ദേശീയ ചാനൽ വഴി പുറത്തുവിട്ടത്. അദ്ദേഹം നേരിട്ട് വന്നല്ല ഇക്കാര്യം സൂചിപ്പിച്ചത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി അവതാരകനാണ് ഈ ഒരു കാര്യം ജനങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ സംശയങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അതായത് മുജ്തബ ഖമനേയി എവിടെയാണ്? പല റിപ്പോർട്ടുകളും ഇടയ്ക്ക് BBC-യുടെ ഭാഗത്തു നിന്നെല്ലാം റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്, അതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാത്തത് എന്നെല്ലാം അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അത് കൂടുതൽ ശരിവെക്കുന്ന രീതിയിലാണ് മുജ്തബ ഖമനേയുടെ സന്ദേശം വന്നത്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ടെത്തുകയല്ല ചെയ്തത്, പകരം ഒരു പ്രസ്താവനയിലൂടെയാണ് ജനങ്ങളെ അഡ്രസ്സ് ചെയ്തത്. ഇതിൽ ജനങ്ങളോട് പരിഭ്രാന്തരാകരുതെന്നും ശക്തമായി തന്നെ ഇറാൻ തിരിച്ചടിക്കുന്നുണ്ടെന്നുമെല്ലാം ഈ ഒരു പ്രസ്താവനയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മുൻപ് US ഇസ്രായേലി ആക്രമണം ഉണ്ടായപ്പോൾ ആയത്തുള്ള അലി ഖമനേയി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരുമകൾ, പിന്നെ കൊച്ചുമകൻ ഉൾപ്പെടെ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നെ മകൾ മരിച്ചിരുന്നു ആയത്തുള്ള അലി ഖമനയുടെ. അങ്ങനെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ മുജ്തബ ഖമനേയി മാത്രമാണ് ഇപ്പോൾ നിലവിൽ ജീവനോടെയുള്ളയാൾ. അപ്പോൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ആയത്തുള്ള അലി ഖമനേയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ മുജ്തബ ഖമനേയ്ക്ക് പരിക്കേറ്റതാണെന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതൊന്നും നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ ഒരു യുദ്ധ സാഹചര്യം നോക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ കനത്ത രീതിയിൽ തന്നെ പോരാട്ടം തുടരുകയാണ്. ഇപ്പോൾ ഈ പ്രസ്താവന
വന്നതിന് ശേഷം, മുജ്തബ ഖമനയുടെ പ്രസ്താവന വന്നതിന് ശേഷം ഇറാൻ ആക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ്. ഇറാനും പിന്നെ ഹിസ്ബുള്ള ഗ്രൂപ്പും, ലെബനനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പും നിലവിൽ ഇസ്രായേലിനെതിരെ അടുത്ത ഘട്ട മിസൈലുകൾ അയച്ചതായിട്ട് ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ അത് കൂടുതൽ മിസൈലുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അവരുടെ അവരുടെ ഭാഗമായി ആർമിയുടെ ഭാഗത്തു നിന്നെല്ലാം വരുന്ന വിശദീകരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഒരു US-ന്റെ റീഫ്യൂവലിംഗ് വിമാനം, സൈനിക വിമാനം തകർന്നു വീണു എന്നുള്ളതാണ്. ഇറാഖിലാണ് ഇത് തകർന്നു വീണത്. പടിഞ്ഞാറൻ ഇറാഖ് ഭാഗത്തായിട്ട് ഒരു റീഫ്യൂവലിംഗ് വിമാനം തകർന്നു വീഴുകയായിരുന്നു. KC-135 എന്ന വിമാനമാണ് തകർന്നു വീണത്. 2 വിമാനങ്ങൾ റീഫ്യൂവലിംഗിന് വേണ്ടി ഇതുവഴി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു വിമാനം സുരക്ഷിതമായി ഇറാഖിൽ ലാൻഡ് ചെയ്തു. മറ്റൊരു വിമാനമാണ് ഇത്തരത്തിൽ തകർന്നു വീഴുന്ന സ്ഥിതിയുണ്ടായത്. US വ്യക്തമാക്കിയത് ഇത് സാങ്കേതിക തകരാർ കാരണം തകർന്നു വീഴുകയായിരുന്നു എന്നാണ് US വ്യക്തമാക്കിയത്. എന്നാൽ ഇറാഖിലുള്ള ഒരു സായുധ ഗ്രൂപ്പ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇറാഖിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന ഗ്രൂപ്പാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. തങ്ങളാണ് ഈ KC-135 വെടിവെച്ചിട്ടതെന്നാണ് അവർ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഈ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളും അത് മേഖലയിൽ ആദ്യം മുതൽ തന്നെയുണ്ട്. അതായത് ഇറാന് പിന്തുണയുമായിട്ട് US സേനയ്ക്ക് നേരെ ഇവർ ആദ്യം മുതൽ തന്നെ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഈ വിമാനം തകർന്നതിന് പിന്നിൽ തങ്ങളാണ് എന്നാണ് അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിലുള്ള പൈലറ്റിനെയും അതുപോലെ തന്നെ സഹജീവനക്കാരനെയും കാണാനില്ല. ഇതിൻ്റെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതായിട്ടാണ് US മിലിറ്ററിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മേഖലയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ UN റെഫ്യൂജി ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഒരു റിപ്പോർട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഏതാണ്ട് 30 ലക്ഷം ആളുകൾക്ക് ഇറാനിൽ വീട് നഷ്ടപ്പെട്ടു എന്നാണ്. ഇപ്പോൾ നിലവിലും ടെഹ്റാനിൽ ആക്രമണം രൂക്ഷമായി തന്നെ തുടരുകയാണ്. നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടനം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. പല ആളുകൾക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുതിയൊരു പ്രസ്താവന വന്നതെന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിൻ്റെ കാര്യം തന്നെയാണ്. അതായത് ഈ മേഖലയിലൂടെ US ഇസ്രായേലി ബന്ധമില്ലാത്ത മറ്റ് എല്ലാ കപ്പലുകൾക്കും പ്രത്യേകം അനുമതി വാങ്ങിയതിനു ശേഷം മേഖലയിലൂടെ യാത്ര ചെയ്യാം എന്നാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ 2 ഇന്ത്യൻ കപ്പലുകൾ ഇതിലൂടെ ഈ മേഖലയിലൂടെ യാത്ര ചെയ്തിരുന്നു. ഇന്നലെ നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള രീതിയിൽ US ഇസ്രായേലി ബന്ധമില്ലാതെ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക്, ഈ US ഇസ്രായേലി ബന്ധമില്ലാത്ത എണ്ണ കപ്പലുകൾക്ക് യാത്ര ചെയ്യാമെന്ന് പറയുമ്പോൾ US-ഉമായും ഇസ്രായേലുമായും ഇറാനും ഒക്കെയായും നല്ല രീതിയിലുള്ള ബന്ധം വെച്ച് പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ഇന്ത്യയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ അത്തരമൊരു ആശങ്കയില്ല. കാരണം ഇന്ത്യൻ കപ്പലാണ് കഴിഞ്ഞ ദിവസം മേഖലയിലൂടെ സുരക്ഷിതമായി തന്നെ കടന്നു വന്നത്. 2 കപ്പലുകൾക്ക് ഇതുവരെ കടന്നു വരാൻ സാധിച്ചിരുന്നു. ഇനി കൂടുതൽ കപ്പലുകൾ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം അതെല്ലാം പരിഗണിച്ച് വരികയാണ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇരു നേതാക്കളും ടെലിഫോൺ വഴി ഒരു സംഭാഷണം നടത്തുന്നത്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിലെ സാഹചര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്നതിലും അതുപോലെ മേഖലയിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിലും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയെ പറ്റിയിട്ടുള്ള കൺസേണും ഇറാനെ അറിയിച്ചു. അതുപോലെ ഈ വ്യാപാരം, അതുപോലെ മറ്റ് കാര്യങ്ങൾ, ഇതുവഴി മേഖലയിലൂടെയുള്ള പെട്രോളിയം അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ ട്രേഡ് അത് സുഗമമായി നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രസിഡന്റിനെ അറിയിച്ചതായിട്ട് പിന്നീട് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിട്ടുണ്ട്. എന്തായാലും ഇരു നേതാക്കളും തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ കപ്പലുകളുടെ മേഖലയിലെ ഒരു സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ചർച്ചയായതായിട്ടാണ് വിവരം. അതിനെ തുടർന്നാണ് 2 ഇന്ത്യൻ കപ്പലുകൾക്ക് മേഖലയുടെ വരാൻ സാധിച്ചത്. എന്തായാലും ഇത്തരത്തിൽ ഇന്ത്യയുടെ ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഇറാനുമായിട്ട് ഇപ്പോൾ കൂടുതൽ ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് മേഖലയിലുള്ള ഇന്ത്യൻ വ്യാപാരത്തിൻ്റെ ഒരു സാഹചര്യമാണെങ്കിലും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയാണെങ്കിലും അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യഘട്ട ശ്രമങ്ങളെല്ലാം വിജയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് വരുന്നതും. പ്രത്യേകിച്ച് 2 കപ്പലുകൾ ഇതിലൂടെ വന്നതും
എന്നതും പുറത്തേക്ക് വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ നിർണായകമാണ്. മറ്റു കപ്പലുകൾക്ക് നേരെ തീർച്ചയായിട്ടും മേഖലയിൽ ഇപ്പോൾ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ കൂടുതൽ ലക്ഷ്യമാക്കുന്നത് ഇത്തരത്തിൽ ഒരു എണ്ണ ടാങ്കറുകളെയും എണ്ണ കപ്പലുകളെയുമാണ്. ഇന്ന് വീണ്ടും ക്രൂഡ് ഓയിലിൻ്റെ വില $100 മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടുമുണ്ട്. ഇന്നലെയും അത് $100 മുകളിൽ ഉയർന്ന് $102 വരെയൊക്കെ എത്തിയിരുന്നു. പിന്നീട് ഉച്ചയോടെ അത് വീണ്ടും താഴേക്ക് വരികയും $93 എത്തുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ഇതും വലിയൊരു വർധനവ് തന്നെയാണ്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഇന്നേ വരെ ഏതാണ്ട് 38 മുതൽ 42 വരെ % വർധനവാണ് ക്രൂഡ് ഓയിലിനുണ്ടായത്. ഇത് വലിയൊരു വർധനവാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ US മറ്റൊരു ഉത്തരവിറക്കിയിട്ടുണ്ട്. US നിരവധി രാജ്യങ്ങൾക്ക് മേൽ ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഉപരോധം കൽപ്പിച്ചിരുന്നു. പ്രധാനമായിട്ടും ഏഷ്യൻ രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങളെയും എല്ലാം ഇതിൽ നിന്ന് വിലക്കിയിരുന്നു. US നിലവിൽ ഈ രാജ്യങ്ങളോട് വ്യക്തമാക്കുന്നത് താൽക്കാലികമായി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാം എന്നുള്ള കാര്യമാണ്. US ഇപ്പോൾ നിലവിൽ അത്തരമൊരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശ് ഉൾപ്പെടെ ചില രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം US-നെ ബന്ധപ്പെട്ടിരുന്നു റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന കാര്യത്തിൽ. ഇപ്പോൾ നിലവിൽ ബംഗ്ലാദേശ് ഉൾപ്പെടെ ഇപ്പോൾ പല രാജ്യങ്ങൾക്കും ഏഷ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഈ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ US അനുമതി നൽകിയിരിക്കുകയാണ്. ഉപരോധങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതിന് മുൻപേ തന്നെ ഈ റഷ്യൻ എണ്ണ വിതരണം ചെയ്യാൻ തയ്യാറാണ്. ഈ രാഷ്ട്രീയമായിട്ടുള്ള ഭിന്നതകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ എണ്ണ ഗതാഗതം സുഗമമാക്കും എന്നെല്ലാം അദ്ദേഹം പ്രസ്താവന നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ 12 ഹ്യൂമൻ റൈറ്റ്സ് സംഘടനകൾ ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ US-ൻ്റെയും മേഖലയിലുള്ള ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന് നേരെ നടക്കുന്നത് ക്രൂരമായ അധിനിവേശമാണ് എന്നുൾപ്പെടെ ഇവർ വ്യക്തമാക്കുന്നു. 12 UN ഹ്യൂമൻ റൈറ്റ്സ് സംഘടനകളാണ് ഇത്തരമൊരു പ്രസ്താവന നിലവിൽ പുറത്തുവിടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത്. അജയ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇറാൻ സർക്കാർ ഉടൻ ഒന്നും നിലം പതിക്കില്ല എന്നൊരു US റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായി പറയുന്നത് ഇറാൻ ഭരണകൂടത്തിൽ ഇതുവരെ ഒരു വിള്ളൽ ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, ഇനിയും ഇറാനിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട് എന്ന്. അതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. ഈ യുദ്ധം അടുത്ത കാലത്തൊന്നും അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നൊരു സൂചന കൂടിയല്ലേ ഇത് നൽകുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപിൻ്റെ വാദങ്ങളെ പാടെ തള്ളുന്ന രീതിയിലുള്ള വിവരങ്ങളും റിപ്പോർട്ടുകളുമാണ് US-ൻ്റെ തന്നെ മറ്റ് ഒഫീഷ്യൽസ് പുറത്തുവിടുന്നത്. ഇപ്പോൾ US-ൻ്റെ ആർമിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഇറാനിലെ മിനാബിലുള്ള സ്കൂളിൻ്റെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം അത് US-ന് തന്നെയാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ട്രംപ് ഇതിനു മുൻപേ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇറാൻ തന്നെയാണ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദികൾ. അവരുടെ മിസൈലുകളൊന്നും ലക്ഷ്യസ്ഥാനത്തല്ല പതിക്കുന്നത്, ലക്ഷ്യം മാറി മറ്റെവിടെ അവരുടെ രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള പല സ്ഥലങ്ങളിലുമാണ് ഈ മിസൈലുകൾ ചെന്ന് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനാണ് ഈ ഒരു ആക്രമണത്തിൻ്റെ ഉത്തരവാദി എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപിൻ്റെ വാദങ്ങളെ പാടെ തെറ്റിക്കുന്ന രീതിയിലാണ് US ആർമിയുടെ ഭാഗത്ത് നിന്ന് ഈ റിപ്പോർട്ട് വരുന്നത്. സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് അനുശ്രീ ഇപ്പോൾ സൂചിപ്പിച്ചത്. അതായത് അവിടെ ഇറാനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്നുൾപ്പെടെ ട്രംപ് പറയുന്നു. അവിടെ ഇനിയും US സേനയുടെ സാന്നിധ്യം തുടരുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതിലൂടെയെല്ലാം ട്രംപ് ഉദ്ദേശിക്കുന്നത് അവിടെ ഈ പൂർണ്ണമായിട്ടും ഒരു ഭരണമാറ്റം കൊണ്ടുവരും, ആയത്തുള്ള അലി ഖമനയുടെ പിന്തുടർച്ച അവകാശികളായിട്ടുള്ള ആരെയും വെച്ചു പൊറപ്പിക്കില്ല എന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ US-ൻ്റെ തന്നെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുന്നത് അവിടെ ഈ നിലവിലുള്ള ഭരണകൂടത്തെ താഴെ ഇറക്കാൻ സാധിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അത് തീർച്ചയായിട്ടും നമുക്ക് പല വീഡിയോകളും അതുപോലെ തന്നെ ഇറാനുള്ളിൽ നിന്ന് വരുന്ന ന്യൂസ് റിപ്പോർട്ടുകളും കാണുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആൾക്ക് കോമൺ സെൻസ് വഴി ഊഹിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാര്യം ഇപ്പോൾ നിരവധി ആളുകൾ അവിടെ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുവെങ്കിലും യാഥാസ്ഥിതികരായിട്ടുള്ള ഒരു വലിയ സമൂഹം ഇറാനുള്ളിൽ ഇപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പോലീസ് സംവിധാനം അത് വളരെ ശക്തമാണ്. അവിടുത്തെ ഇറാനിയൻ പോലീസ് ഇടയ്ക്ക് പ്രതിഷേധക്കാർക്കൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ രാജ്യത്തിനകത്ത് ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്, ഈ പ്രതിഷേധക്കാർക്ക് തങ്ങളുടെ ശത്രുക്കളുടെ അതേ നിലയായിരിക്കും എന്നാണ് ഇറാനിയൻ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഉള്ള നിയമ സംവിധാനങ്ങൾ ഇപ്പോൾ ഒരു പുരോഗമന സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കാത്തതാണെങ്കിലും പലതരത്തിലുള്ള ഒരു
ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവീൻസ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങളെ എങ്ങനെയൊക്കെ അട്ടിമറിക്കാമോ ആ രീതിയിലെല്ലാം ഇറാനിയൻ സർക്കാർ അട്ടിമറിക്കുന്നുണ്ട്. ഇതിനു മുൻപേ നമ്മൾ നോക്കുകയാണെങ്കിൽ പല പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. 2023 അതിനു മുൻപേ പല ഘട്ടങ്ങളിൽ പല പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വന്നിരുന്നു. ഇതിനെയെല്ലാം നിർദാക്ഷിണ്യം അടിച്ചമർത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ ഒരു രാജ്യത്തൊരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെറ്റി നിന്ന പല ഗ്രൂപ്പുകളും ഒന്നിക്കുന്ന ഒരു കാഴ്ച ഇറാനുള്ളിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഷിയ ഗ്രൂപ്പും സുന്നി ഗ്രൂപ്പും രാജ്യത്തെ 2 ചേരികളിലായിട്ടാണ് നിന്നിരുന്നത്. അവർ ഒന്നിച്ചു ഒരു പ്രസ്താവന ഇറക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ പല ഗ്രൂപ്പുകളും ഒന്നിച്ചുകൊണ്ട് ഈ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിൽ പ്രതിഷേധക്കാർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന കാഴ്ചയും ഇറാനുള്ളിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ നമുക്ക് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിൽ അത് കാണാനാകുന്നതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് US ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല. അതുപോലെ തന്നെയാണ് ലെബനിലെ സാഹചര്യം. ലെബനനിൽ ഇസ്രായേൽ കടുത്ത ആക്രമണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനുള്ളിലെ ടെഹ്റാനിലടക്കമുള്ള ആക്രമണങ്ങൾക്ക് പുറമെയാണ് ലെബനനകത്തുള്ള ആക്രമണം. ലെബൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇസ്രായേൽ നേരിട്ടെത്തിയാണ് ഈ ആക്രമണം നടത്തുന്നത്. തെക്കൻ ലെബനനിൽ വെച്ച് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് അംഗങ്ങളും അതുപോലെ തന്നെ ഈ ഇസ്രായേലി സൈനികരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇറാൻ ഈ വീണ്ടും ബെയ്റൂട്ടിൽ അവിടെ ലെബനൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൽ പല ഭാഗത്തു നിന്നും ജനങ്ങൾ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മേഖലയിലടക്കം ഇപ്പോൾ നിരവധി ആക്രമണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനിടെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ലെബനനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും മരണസംഖ്യ നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 600-ന് മുകളിൽ മരണസംഖ്യ ഉയർന്നതായിട്ടാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും സംഘർഷം അതിരൂക്ഷമായി തന്നെ മേഖലയിൽ തുടരുകയാണ്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇറാൻ പരമോന്നത നേതാവിന്റെ ആദ്യത്തെ സന്ദേശം പുറത്തു വരുമ്പോൾ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു, ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ LPGയെക്കുറിച്ച് പരിഭ്രാന്തി സൃഷ്ടിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധം ബാധിക്കപ്പെടാത്ത ഒരു രാജ്യവുമില്ല. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് സാധ്യമായതെല്ലാം ചെയ്യുന്നു. ഇത്തരം സമയങ്ങളിൽ കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും തടയാൻ സംസ്ഥാന സർക്കാരുകൾ നിരീക്ഷണം വർദ്ധിപ്പിക്കണം. രാഷ്ട്രീയ ആരോപണങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷം പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്നും ഡൽഹിയിൽ NXT ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ആരോപിച്ചു. പാചകവാതക ക്ഷാമം പരിഹരിക്കാൻ ഇടപെട്ട സംസ്ഥാന സർക്കാർ ഗാർഹികേതര സിലിണ്ടറുകളുടെ പരിധി ഉയർത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. വിതരണത്തിന് മുൻഗണന നിശ്ചയിക്കാൻ കമ്പനികളോടും ആവശ്യപ്പെട്ടു. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ എൻഫോഴ്സ്മെന്റ് സംഘം പരിശോധന നടത്തും. സിലിണ്ടറുകളുടെ ഉപഭോഗം നിരീക്ഷിക്കാൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ പാചകവാതക കമ്പനി പ്രതിനിധികളുമായി സംസ്ഥാന സർക്കാർ ചർച്ച നടത്തി. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ വീണ്ടും ചേരും. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെ 31 പേരുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനമായിരുന്നു. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്ന് വ്യക്തത കൈവരും. സീറ്റ് നിലനിർത്താനായി എൽദോസ് സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. MP-മാർക്ക് ഇളവ് നൽകുന്നതിനോട് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഹൈക്കമാൻഡാകും വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ജില്ലാ കമ്മിറ്റികളുടെയും മണ്ഡലം കമ്മിറ്റികളുടെയും നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പട്ടികയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തുന്നത്. ചില മണ്ഡലങ്ങളിലെങ്കിലും നേരത്തെ ആലോചിച്ച സ്ഥാനാർത്ഥികൾ മാറിയേക്കും. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചയും അന്തിമഘട്ടത്തിലാണ്. തിരുവനന്തപുരം കോവളം സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 1 മണിക്കൂറിനുള്ളിൽ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കണമെന്നാണ് നേതൃത്വത്തിന്റെ അവകാശം. പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കാനുള്ള ഇടതുമുന്നണി യോഗത്തിന്റെ തീയതിയും ഇന്ന് തീരുമാനിക്കും. G. സുധാകരൻ ഉയർത്തിയ വെല്ലുവിളി പ്രതിരോധിക്കാൻ ക്യാമ്പയിനുമായി CPIM.
ഇന്നലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള മുഴുവൻ ഏരിയ കമ്മിറ്റികളും വിളിച്ചു ചേർത്ത് സാഹചര്യം വിശദീകരിച്ചു. ഇന്ന് ജില്ലയിലെ ലോക്കൽ കമ്മിറ്റികളും യോഗം ചേരും. ജനറൽ ബോഡികൾ കൂടി അവസാനിച്ചാൽ 14-15 തീയതികളിലായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നീക്കം. അമ്പലപ്പുഴയിലെ പ്രതിഷേധം പുന്നപ്ര പറവൂരിൽ നടക്കും. വിവിധ സ്ക്വാഡുകൾ രൂപീകരിച്ച് പാർട്ടി കുടുംബങ്ങളിലേക്കും സ്ക്വാഡുകൾ എത്തും. പ്രകോപനമുണ്ടാക്കാത്ത രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്താനാണ് തീരുമാനം. ജി സുധാകരന്റെ ജന്മനാടായ താമരക്കുളത്ത് CPM പ്രതിഷേധ പ്രകടനം. വർഗവഞ്ചനയ്ക്ക് മാപ്പില്ല എന്ന ബാനർ ഉയർത്തിയാണ് പ്രതിഷേധ പ്രകടനം. പ്രകടനത്തിൽ സുധാകരനെതിരെ രൂക്ഷ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. വലതന്മാരുടെ എച്ചിൽ നക്കി സുധാകരൻ എന്ന മുദ്രാവാക്യവും ഉയർത്തി. ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷി കുടീരത്തിൽ 100 കണക്കിന് പ്രവർത്തകർ ഒത്തുകൂടി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ രാഘവന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തന്നെ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. ഇടുക്കി മണ്ഡലം LDF വികസന മുന്നേറ്റ ജാഥയുടെ സമാപന വേദിയിലായിരുന്നു പ്രഖ്യാപനം. കേരള കോൺഗ്രസിന്റെ എല്ലാ MLA-മാരും അതാത് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും. തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി കട്ടപ്പനയിൽ പറഞ്ഞു. ശബരിമല കൊള്ളക്കേസിലെ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ CPM പുറത്താക്കിയേക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. നിർണായക ജില്ലാ സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച ചേരും. തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പത്മകുമാർ പാർട്ടിക്ക് നൽകിയ വിശദീകരണം. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, കഴിഞ്ഞ ദിവസമായിരുന്നു പാർട്ടി വിശദീകരണം ചോദിച്ച് പത്മകുമാറിന് നോട്ടീസ് അയച്ചിരുന്നത്. ഇപ്പോഴിതാ പാർട്ടി പുറത്താക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അനുശ്രീ, കടുത്ത നടപടികൾ ഒരുപക്ഷെ സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് 16-ാം തീയതി ചേരുമ്പോഴാണ് ഒരുപക്ഷെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുക. എന്തായാലും പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് ഉണ്ടാകുമെന്നാണ് സൂചന ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് ജില്ലാ കമ്മിറ്റി പത്മകുമാറിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. കത്തയച്ചത് തപാൽ മുഖേനയാണ് കത്തയച്ചിട്ടുള്ളത്. എന്തായാലും ആ കത്ത് കിട്ടിയതിനു ശേഷമാണ് ഒരു പ്രത്യേക ദൂതൻ മുഖേനയാണ് പത്മകുമാർ ഇതിനൊരു മറുപടി നൽകിയിട്ടുള്ളത്, വിശദീകരണം നൽകിയിട്ടുള്ളത്. അത് പ്രധാനമായും പാർട്ടിക്ക് അവമതിപ്പ് താൻ ഉണ്ടാക്കിയിട്ടില്ല, പാർട്ടിക്ക് ദോഷമുണ്ടാക്കിയിട്ടില്ല, ഈ സ്വർണ്ണക്കൊള്ളക്കേസിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല, താൻ നിരപരാധിയാണ്, വീട്ടിൽ ഇത് സംബന്ധിച്ചുള്ള തെളിവെടുപ്പുകൾ SIT നടത്തിയതൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചിത്രങ്ങളൊന്നും തന്നെ ഇതുവരെ SITക്ക് താനുമായുള്ള ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ താൻ നിരപരാധിയാണ്, കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രധാനമായും ഈ വിശദീകരണത്തിൽ നൽകിയിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ 16-ാം തീയതി തിങ്കളാഴ്ച ജില്ലാ സെക്രട്ടേറിയറ്റിൽ കടുത്ത നടപടി ഇതുമായി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പ്രധാനമായും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട പത്മകുമാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് സൂചന. അത് ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റും ഇത് സംബന്ധിച്ച് കഴിഞ്ഞ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ വിലയിരുത്തലുകൾ, അതായത് പ്രത്യേകമായ തിരിച്ചടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത് യുഡിഎഫും BJPയും അടക്കം ഈ സ്വർണ്ണക്കൊള്ള കേസ് പ്രചരണ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തു. അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറയുന്നത്. അതിനു പുറമെ പലപ്പോഴും ഒരു ചോദ്യം ഉന്നയിച്ചു, ഇത്തരത്തിലുള്ള ജില്ലാ കമ്മിറ്റി ഈ പാർട്ടിയിൽ ഇത്തരം സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായ ഈ പത്മകുമാറിനെ പുറത്താക്കുന്നത് എന്തുകൊണ്ടാണെന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ പോലും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മറുപടി നൽകിയത് കുറ്റപത്രം ലഭിച്ചെങ്കിൽ മാത്രമേ ഒരു പ്രതിയായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ, പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പത്മകുമാറിനെ പാർട്ടി പുറത്താക്കാതിരിക്കുന്നത്. അത് കൃത്യമായ നടപടികൾ അതിനുശേഷമായിരിക്കും ഉണ്ടാകും എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ കടുത്ത നടപടി ഉണ്ടാവുമെന്നുള്ള സൂചന വന്നിരിക്കുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഈ പത്മകുമാറിന്റെ വിഷയം തിരിച്ചടിയാകുമെന്നുള്ള സൂചന ഒരു പാർട്ടിക്കുണ്ട്. അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കമ്മിറ്റിയിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഈ പത്മകുമാറിനെ പുറത്താക്കുകയും ചെയ്തു. അത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 16-ാം തീയതി നടക്കുന്ന ജില്ലാ സെക്രട്ടറിയിലായിരിക്കും ഇത്തരമൊരു നടപടി ഉണ്ടാകുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അനുശ്രീ, ശരി, ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. പെരിന്തൽമണ്ണ നഗരത്തിൽ
നജീബ് കാന്തപുരത്തിനെതിരെ ഫ്ലക്സ്. കോഴിക്കോട് നിന്നും ഒരു പേയ്മെന്റ് സീറ്റ് ഈ മണ്ഡലത്തിൽ ഇനിയും അനുവദിക്കരുതെന്ന് വ്യക്തമാക്കുന്നതാണ് ഫ്ലക്സ്. കുഞ്ഞാലിക്കുട്ടിയുടെ പേയ്മെന്റ് സീറ്റ് അവസാനിപ്പിക്കുക എന്നിങ്ങനെ എഴുതിയ ഫ്ലക്സ് പെരിന്തൽമണ്ണയിലെ മുസ്ലിം ലീഗ് പോരാളികളുടെ പേരിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ മുസ്ലിം ലീഗ് നേതാക്കളായ AK മുസ്തഫ, AK നാസർ മാസ്റ്റർ, ഉസ്മാൻ താമര എന്നിവരുടെ ഫോട്ടോയും ഫ്ലക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. ബത്തേരി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കണമെന്ന് ആദിവാസി മുൻ ദേശീയ കോർഡിനേറ്റർ EA ശങ്കരൻ. തുടർച്ചയായി 3 തവണ മണ്ഡലം MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട IC ബാലകൃഷ്ണനെതിരെയാണ് കുർമ സമുദായത്തിന്റെ നേതാവ് കൂടിയാണ് EA ശങ്കരന്റെ പ്രതികരണം. കുർമ സമുദായത്തിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് സുൽത്താൻ ബത്തേരി. തുടർച്ചയായിട്ട് 2 സീറ്റിലും 3 തവണയായിട്ട് കുറിച്ച സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് മത്സരിക്കുന്നത്. അതിൽ ജയലക്ഷ്മി 2 തവണ തോക്കുകയും 1 തവണ ജയിക്കുകയും ചെയ്തു. IC 3 തവണ ബത്തേരിയിൽ ജയിക്കുകയും ചെയ്തു. അപ്പം 4ാം തവണയും എന്താ പറയുക, കുർമ സമുദായത്തിൽ നിന്നൊരു പ്രാതിനിധ്യമില്ലാതെ ഒരു തീരെ അവഗണിച്ചുകൊണ്ട് ഒരു സമീപനം കോൺഗ്രസ് നേതൃത്വം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ജനവികാരം, കുർമ സമുദായത്തിലെ ജനവികാരം, അതാണിപ്പോൾ അവർ കുർമ സമുദായത്തിൻ്റെ ആളുകൾ നേതാക്കളൊക്കെ പറയുന്നത്. തുടർച്ചയായിട്ട് ആവശ്യപ്പെടുന്ന 1ാം തവണ മുതൽ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. 1ാം തവണ മുതൽ പിന്നെ ആവശ്യപ്പെട്ടു, 2ാം തവണ ആവശ്യപ്പെട്ടു, 3ാം തവണ ആവശ്യപ്പെട്ടു. എല്ലാ തവണയും അടുത്ത തവണ തരാം എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു വന്നത്. ഇപ്പോൾ 4ാം തവണയാണ്. 4ാം തവണ പോലും ഒരു പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നെങ്കിൽ അവരുടെ പ്രതിഷേധത്തിൽ അർത്ഥമുണ്ടല്ലോ. ആ ഒരു പിന്നെ കമ്മ്യൂണിറ്റീൻ്റെ ഒരു വികാരവും കൂടി കോൺഗ്രസ് പാർട്ടി മാനിക്കണ്ടേ? ഇടതുമുന്നണി INL-ന് അനുവദിച്ച കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ പൊതു സ്വതന്ത്രനെ പരിഗണിച്ചേക്കും. മുസ്ലിം ലീഗിൽ KM ഷാജി വീണ്ടും മണ്ഡലത്തിൽ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചതോടെ ഷാനവാസ് പാദൂറിനെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് INL. വിജയസാധ്യതയാണ് ഇത്തവണ പ്രധാന ഘടകമെന്ന് INL കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം ന്യൂസ് 18നോട് പറഞ്ഞു. BJPയും മുസ്ലിം ലീഗ് നേർക്കുനേർ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ്. ഇത്തവണ ഇടതുമുന്നണിയിൽ INL തന്നെ കാസർഗോഡ് മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഏതായാലും നമ്മോടൊപ്പം INL ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം ചേരുന്നു. എന്താണ് ഈ കാസർഗോഡ് സീറ്റ് ഇത്തവണ INL തന്നെ മത്സരിക്കും എന്നാണ്? കാസർഗോഡ് സീറ്റ് LDF INL-നാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് INL-ആണ് ഇപ്രാവശ്യം കാസർഗോഡ് മത്സരരംഗത്തുണ്ടാവുക. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആണ് കാസർഗോട്ടെ ജനത ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ മുസ്ലിം ലീഗ് വിജയിക്കുന്നത്, BJP പ്രധാന പോരാട്ട പാർട്ടിയായും വരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വികസനം കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. വർഗീയ ധ്രുവീകരണത്തിനപ്പുറം ഒരു മാറ്റം വേണം എന്നുള്ള ചിന്താഗതിയാണ് കാസർഗോട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ INL നേരിടുന്നത്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് INL നേരിട്ട് മത്സരിക്കുമ്പോൾ അതല്ല ഒരു പൊതു സ്വതന്ത്രനെ ആ രീതിയിലുള്ളൊരു അടവുമായിരിക്കും ഇത്തവണ? ഞങ്ങളതാണ് പറഞ്ഞത്, കാസർഗോട്ടെ ജനങ്ങൾ മൊത്തം മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ജനവികാരം കണക്കിലെടുത്തുകൊണ്ട്, വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും INL പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവികമായിട്ടും INL-ൻ്റെ നേതാക്കളും ആരാണ് എന്നുള്ളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പൊതുവികാരം കണക്കിലെടുത്തുകൊണ്ട് പൊതുസ്വതന്ത്രന്മാർ പലരും ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ കാര്യത്തിലുള്ള അന്തിമ തീരുമാനം ഉടൻ ഞങ്ങൾ എടുക്കുന്നതാണ്. അതായത് കാസർഗോഡ് സീറ്റ് INL-ലാണ്, പക്ഷേ INL തീരുമാനിക്കും ആരാണെന്നുള്ളത്. അതായത് നേരിട്ട് ചോദിച്ചാൽ ഇപ്പോൾ ഷാനാസ് പാദൂർ ആയിരുന്നു ആദ്യം കാസർഗോഡ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് മഞ്ചേശ്വരം എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മഞ്ചേശ്വരം ഇടതുമുന്നണിയിൽ KR ജയാനന്ദ് മത്സരിക്കുന്നു. അങ്ങനെ ഷാനാസ് പാദൂർ നേരിട്ടൊരു ചോദ്യമാണ്, ഷാനാസ് പാദൂറിനെ കാസർഗോഡ് INL മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നു. കാസർഗോഡ് ആര് സ്ഥാനാർത്ഥി എന്നുള്ള ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പല നേതാക്കളുമുണ്ട്. ഷാനവാസ് പാദൂർ ഞങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലുള്ള നേതാവാണ്. LDF-ൻ്റെ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിലെ കാൻഡിഡേറ്റാണ്, ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ആ നിലക്ക് ഷാനവാസ് പാദൂറിനെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ആ കാര്യത്തിലൊരു തീരുമാനം പാർട്ടിയാണ് എടുക്കേണ്ടത്, INL-ആണ് എടുക്കേണ്ടത്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർട്ടി വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനമായിരിക്കും കാസർഗോഡ് ഇപ്രാവശ്യം എടുക്കുക. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച ഷാനാസ് പാദൂറോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഔദ്യോഗികമായിട്ടുള്ള ഒരു ചർച്ചകളും നമ്മൾ ആരുമായിട്ട് നടത്തിയിട്ടില്ല.
പലരും ഇങ്ങനെ പൊതു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ചർച്ചകൾ നടന്നിട്ടില്ല. പാർട്ടി കാര്യങ്ങളിൽ 1ാം ഘട്ട ചർച്ച 2ാം ഘട്ട ചർച്ചയൊക്കെ നടന്നു. ഏറ്റവും അവസാനം ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കേണ്ടത്. ഈ തുടക്കത്തിൽ കെ എം ഷാജിയുടെ പേര് മുസ്ലിം ലീഗ് ഉയർന്നു വന്നിരുന്നു. പിന്നീട് അത് മായൻ കലക്ടറായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് വീണ്ടും കേൾക്കുന്നത് പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥി വരും മുസ്ലിം ലീഗിലെന്ന്, അതായത് കെ എം ഷാജിയെ പോലുള്ള ആൾക്കാർ വരുമെന്നാണ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ INL നേരിട്ട് മത്സരിക്കാൻ നിൽക്കുമോ, അതല്ല ആ സമയത്തായിരിക്കും ഇത്തരത്തിലൊരു അടവ് നയം ഒരു പൊതു സ്വതന്ത്രനെ ഷാനാസ് പാത്തൂറിനെ പോലെ ഒരാളെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുക? ഞങ്ങൾ മറുഭാഗത്ത് ആര് സ്ഥാനാർത്ഥി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. എന്തായാലും മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥിത്വം നോക്കി, അതായത് പുറത്തു നിന്നുള്ള കെ എം ഷാജിയെ പോലുള്ള ആളുകൾ ഇവിടെ മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ ഷാനാസ് പാത്തൂറിനെ പോലുള്ള ആളുകളെ പരിഗണിക്കും എന്ന ഒരു വാക്കുകളാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. എന്തായാലും മത്സരം കാസർഗോട്ടും ഇത്തവണ കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കോൺഗ്രസ് നേതാക്കളെ കാണാൻ CPI വിട്ട നാട്ടുക MLA CC മുകുന്ദൻ ഡൽഹിയിൽ. KC വേണുഗോപാൽ അടക്കമുള്ളവരുമായി ഇന്ന് ചർച്ച നടത്തിയേക്കുമെന്നാണ് സൂചന. കോൺഗ്രസ് ദേശീയ നേതൃത്വം വിളിപ്പിച്ച പ്രകാരമാണ് ഡൽഹിയിൽ പോയതെന്ന് മുകുന്ദൻ അറിയിച്ചു. എന്നാൽ മുകുന്ദനുമായി ചർച്ച നടത്താൻ വിളിപ്പിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം. മുകുന്ദന് സീറ്റ് നൽകുന്നതിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന് എതിർപ്പുണ്ട്. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. 2 ദിവസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതിനാൽ 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗമായി ഇത് മാറാനാണ് സാധ്യത. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം 5ആയി ചുരുക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായേക്കും. പാചകവാതക പ്രതിസന്ധിക്കിടെ ബദൽ സംവിധാനങ്ങൾക്ക് അനുമതി നൽകി കേന്ദ്രം. LPGക്ക് പുറമെ മറ്റ് ഇന്ധനങ്ങൾ കൂടി ഉപയോഗിക്കാമെന്നാണ് നിർദ്ദേശം. ഇതിലൂടെ ഹോട്ടൽ മേഖല നേരിടുന്ന പ്രതിസന്ധി മറികടക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സംസ്ഥാനം വലിയ തരത്തിലുള്ള LPG സിലിണ്ടർ ലഭ്യതയിലുള്ള കുറവ് അത് വലിയ തരത്തിൽ നേരിടുന്നുണ്ട്. ഹോട്ടലുകളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ഹോട്ടലുകളും അടച്ചിടുന്ന സാഹചര്യമുണ്ടായി. തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ ദിവസം 50ഓളം ഹോട്ടലുകൾ അടയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഇപ്പോഴും പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? അനുശ്രീ, രാജ്യത്താകമാനം ഈ പ്രതിസന്ധി ഉണ്ട്. കാരണം കേന്ദ്ര സർക്കാർ 100% ലഭ്യത ഗാർഹിക സിലിണ്ടർ കാര്യത്തിൽ ഉറപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലും യുദ്ധം നീളാനുള്ള അല്ലെങ്കിൽ യുദ്ധം നീണ്ടേക്കുമെന്നൊരു ആശങ്ക കേന്ദ്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യ ഭീതി പരത്തരുതെന്ന് പറയുമ്പോൾ പോലും ചില നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ കൊണ്ടുവരുന്നുണ്ട്. കാരണം നേരത്തെ 25 ദിവസമാക്കിയിരുന്നു ഗാർഹിക സിലിണ്ടറുകളുടെ ബുക്കിങ്ങിനുള്ള പരിധി. അതിപ്പോൾ 45 എന്ന് മാറ്റിയിരിക്കുകയാണ്. അതായത് ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ 45 ദിവസം കാത്തിരിക്കണം. അത് ഗ്രാമീണ മേഖലകളിലാണ്. നഗരമേഖലകൾ അത് 25 ദിവസം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. അങ്ങനെ യുദ്ധം നീണ്ടുപോയാൽ ഇപ്പോൾ നിലവിൽ പ്രതിസന്ധിയില്ല എന്ന് പറയുമ്പോൾ പോലും യുദ്ധം നീണ്ടുപോയാൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി കേന്ദ്രം മുന്നിൽ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. പക്ഷേ വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല സാഹചര്യം. ഇപ്പോൾ തന്നെ പല ഇടങ്ങളിലും രാജ്യത്തെ പല നഗരങ്ങളിലും ഒക്കെ തന്നെ ഹോട്ടലുകൾ പലയിടത്തും പൂട്ടിക്കഴിഞ്ഞു. പ്രവർത്തിക്കുന്ന ഹോട്ടലുകളാകട്ടെ അവരുടെ വിഭവങ്ങൾ കുറച്ചു. പലരും വിറകടുപ്പിലേക്കൊക്കെ തന്നെ മാറുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ കണ്ടത് അതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രതിസന്ധി രൂക്ഷമാകുന്നുണ്ട് ഹോട്ടലുകൾക്കടക്കം വാണിജ്യ മേഖലയിലൊക്കെ തന്നെ. അപ്പോൾ സ്വാഭാവികമായും അതിനൊരു ബദൽ മാർഗം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം LPGക്ക് പകരം മറ്റ് ഇന്ധനങ്ങൾ കൂടി ഉപയോഗിക്കാം എന്ന നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഹോട്ടലുകളിലെയൊക്കെ തന്നെ പ്രതിസന്ധി മറികടക്കുക, റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ തന്നെ പ്രതിസന്ധി മറികടക്കുകയാണ് ലക്ഷ്യം. പ്രത്യേകിച്ച് മണ്ണെണ്ണ ഉപയോഗിക്കാമെന്ന നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ബയോമാസ് ഉപയോഗിക്കും, ഒപ്പം തന്നെ കോൾ ഉപയോഗിക്കാം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇതിനോടകം തന്നെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾക്കൊക്കെ തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കാരണം 1 മാസത്തേക്ക് ഈ ഇളവ് അനുവദിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അത്തരമൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കാരണം സാധാരണ ഹോട്ടലുകളിലൊന്നും തന്നെ ഈ മണ്ണെണ്ണ ഉപയോഗിക്കുന്ന പതിവില്ല. അപ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാൻ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാം എന്ന നിർദ്ദേശത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വന്നിരിക്കുകയാണ്. മാത്രവുമല്ല
കേന്ദ്ര സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ ചില വിശദീകരണങ്ങൾ കൂടി നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന മണ്ണെണ്ണ വിഹിതത്തിന് പുറമെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ഏതാണ്ട് 48,000 കിലോ ലിറ്റർ മണ്ണെണ്ണ നൽകും. അപ്പോൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ഉപഭോക്താക്കൾക്ക് അതിൽ നിന്ന് വിതരണം ചെയ്യണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏതായാലും സംസ്ഥാനങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഒപ്പം കൽക്കരിയുടെ കാര്യത്തിലും അത്തരമൊരു നിർദ്ദേശം മന്ത്രാലയം നൽകിക്കഴിഞ്ഞു. കോൾ ഇന്ത്യക്ക് ഇത്തരത്തിൽ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യാനായി ഇത്തരത്തിൽ കൽക്കരി അനുവദിക്കണമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ കൽക്കരി മന്ത്രാലയം കൂടി നൽകിയിരിക്കുകയാണ്. അങ്ങനെ ബദൽ സംവിധാനത്തിലൂടെ ഈ പ്രതിസന്ധി മറികടക്കുക, ആ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏതായാലും നീങ്ങുന്നത്. അനുശ്രീ. രാകേഷ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ശ്മശാനങ്ങളിലടക്കം ഈ LPGയിൽ ലഭിക്കുന്നതിലെ പ്രതിസന്ധി അത് വലിയ തരത്തിൽ ശ്മശാനങ്ങളെ അടക്കം ബാധിച്ചേക്കുമെന്നുള്ള വിവരങ്ങളും കൂടി പുറത്തു വരുന്നുണ്ട്. ഹോട്ടലുകൾക്കൊക്കെ ബദൽ മാർഗങ്ങൾ ഉണ്ടെങ്കിലും ഈ ശ്മശാനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ബദൽ മാർഗം സ്വീകരിക്കുക എന്നത് ഏത് രീതിയിൽ പ്രാവർത്തികമാകുമെന്നത് കൂടി നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. അനുശ്രീ, അതാണിപ്പോൾ സൂചിപ്പിച്ചത്. കാരണം ആ പ്രതിസന്ധി മറികടക്കുക, ആ ലക്ഷ്യം തന്നെയാണ് കേന്ദ്രത്തിനുള്ളത്. അതുകൊണ്ടാണ് ഇത്തരമൊരു ബദൽ നിർദ്ദേശത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോയിട്ടുള്ളത്. കാരണം മണ്ണെണ്ണ അടക്കം സാധാരണഗതിയിൽ ഇത്തരം ഇടങ്ങളിലൊന്നും തന്നെ ഉപയോഗിക്കുന്ന പതിവില്ല. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കാം, അങ്ങനെ ഒരു പ്രതിസന്ധി മറികടക്കാം എന്നാണ് ലക്ഷ്യം. കാരണം പെട്രോളിനൊന്നും തന്നെ വലിയ പ്രതിസന്ധി രാജ്യം ഈ ഘട്ടത്തിൽ നേരിടുന്നില്ല. കാരണം പെട്രോളിയം ഇറക്കുമതി മറ്റു പല രാജ്യങ്ങളിൽ നിന്നും റഷ്യയിൽ നിന്നടക്കമുണ്ട്. പക്ഷേ LPGയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഏതാണ്ട് 90% ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഇന്ത്യ സ്വാഭാവികമായി ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടി അത്തരം നീക്കം ഇന്ത്യയിലേക്ക്, ചരക്ക് നീക്കം ഇന്ത്യയിലേക്ക് വരുന്നില്ല. അതാണ് ഇപ്പോൾ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. പക്ഷേ അത് മറികടക്കാനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം ഇപ്പോൾ ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടുക. അതുപോലെ നേരത്തെ 10% കൂട്ടുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരുന്നത്. അത് മാറി ഇപ്പോൾ ഇന്നലെ വന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് പ്രകാരം ഏതാണ്ട് 28% ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ ഒരു വശത്ത് പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്രം നീക്കം നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ മറ്റ് ഇന്ധനങ്ങൾ കൂടി ഉപയോഗിച്ച് ഈ പ്രതിസന്ധിക്ക് അയവ് വരുത്തുക. പ്രതിസന്ധി തീരുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ, പക്ഷേ അതിനെ അയവ് വരുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം നിലപാടിലേക്കൊക്കെ തന്നെ കേന്ദ്രം കടക്കുന്നത്. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ. സംസ്ഥാനത്തെ LP സ്കൂൾ അധ്യാപക നിയമനം സ്തംഭിച്ചതോടെ പ്രതിസന്ധിയിലായി ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 9 മാസം കഴിഞ്ഞിട്ടും തിരുവനന്തപുരം ജില്ലയിൽ 1ാം റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പോലും നിയമന ഉത്തരവ് ലഭിച്ചിട്ടില്ല. സ്കൂളുകളിൽ ഡിവിഷൻ നഷ്ടമാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നിയമനം വൈകുന്നതെന്നാണ് സർക്കാർ വിശദീകരണം. 2025 മെയ് 31 നിലവിൽ വന്ന LPSL ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങള്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ 1ാം റാങ്കാണ്. ഞങ്ങളുടെ ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ 10 മാസം ആവുന്നു. എനിക്ക് അഡ്വൈസ് വന്നിട്ട് 7 മാസം ആവുന്നു. സാധാരണഗതിയിൽ ഒരു റാങ്ക് ലിസ്റ്റ് അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ 3 മാസത്തിനകം അടുത്ത അപ്പോയിന്റ്മെന്റ് ഓർഡർ വരേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ 7 മാസം കഴിഞ്ഞിട്ടും യാതൊരുവിധ പോസിറ്റീവ് റിപ്ലൈസും ഉണ്ടായിട്ടില്ല. LP സ്കൂൾ അധ്യാപക ഒഴിവിലേക്ക് PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ദുരവസ്ഥയാണിത്. 2025 മെയ് മാസമാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. എന്നാൽ ഈ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 8ഓളം ജില്ലകളിൽ ഇതുവരെ നിയമനം നടന്നിട്ടില്ല എന്നതാണ് ഉദ്യോഗാർത്ഥികൾ ഉയർത്തി കാണിക്കുന്നത്. ഇത്രയും പ്രതീക്ഷയോടെ എക്സാം എഴുതിയ ഒരു പരീക്ഷ വേറെ ഇല്ല. എന്നാൽ ഇത്രയും നിരാശ വന്ന ഒരു ലിസ്റ്റും വേറെ ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ 50ഓളം റിട്ടയർമെന്റ് ഇപ്പൊ ഞങ്ങളുടെ കാലയളവിൽ വന്നു കഴിഞ്ഞു. ഒന്നുപോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സർക്കാർ LP സ്കൂളുകളിൽ നിലവിൽ പിന്തുടരുന്ന അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:30 ആണ്. ഇത് ഗ്രാമീണ തലത്തിലെങ്കിലും 1:25 ആക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. ഇതുവഴി ഡിവിഷൻ നഷ്ടമാകുന്നത് ഗണ്യമായി കുറയുകയും കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധയും വിദ്യാഭ്യാസ നിലവാരവും ലഭിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. അധ്യാപക വിദ്യാർത്ഥി റേഷ്യോ എന്ന് പറയുന്നത് 1:30 ആണ്. അത് 1:25 ആക്കണം എന്നായിരുന്നു നമ്മുടെ ആവശ്യം. കാര്യം അവർ പറയുന്നത് കുട്ടികളുടെ ജനന നിരക്ക് കുറവാണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് കാലത്തിന്റെ ഒരു ആവശ്യമാണ്. ഇത് റാങ്ക് നമ്മുടെ റേഷ്യോ കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചുകൂടെ മെച്ചപ്പെടും നമ്മുടെ 1:25 ആക്കുകയാണെന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം HTV എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അവിടേക്ക് ഇപ്പൊ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്ന എയ്ഡഡ് സ്കൂളിലെ ത്രോൺ ഔട്ട് ആയിട്ടുള്ള ഡിവിഷൻ ഫോൾ സംഭവിച്ച് ത്രോൺ ഔട്ട് ആയിട്ടുള്ള അധ്യാപകരെയാണ്. ശരിക്കും ആ പോസ്റ്റിലേക്ക് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ത്രോൺ ഔട്ട് ആവുന്ന ടീച്ചേഴ്സിനെ അവിടേക്ക് അക്കോമഡേറ്റ് ചെയ്താൽ ഞങ്ങളുടെ റിട്ടയർമെന്റ് വേക്കൻസി ഞങ്ങൾക്ക് ലഭിക്കും. ശരിക്കും കഷ്ടപ്പെട്ട് പഠിച്ച് DLED പോലുള്ള 2 വർഷത്തെ കോഴ്സ് ചെയ്തതിന് ശേഷം ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പം നമുക്ക് അതിന്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്, നമുക്ക് അതിന്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. നിലവിൽ LP സ്കൂളുകളിലെ പ്രഥമാധ്യാപകന് 2ാം ക്ലാസുകളുടെ ചാർജും നൽകിയിട്ടുണ്ട്. ഇതിലും മാറ്റം അനിവാര്യമാണെന്നും അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ കാലോചിതമായ ഉന്നമനത്തിന് കാരണമാകുമെന്നാണ്
ഉദ്യോഗാർത്ഥികളുടെ പക്ഷം. നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഉയർന്ന പ്രായപരിധി കഴിഞ്ഞവരുമാണ്. അതിനാൽ സർക്കാർ അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ സർക്കാർ ജോലി എന്ന സ്വപ്നം ഇവർക്ക് നഷ്ടമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ നടത്തിവരുന്ന സമരം വയനാട്ടിലും ശക്തം. വയനാട്ടിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ ഓരോ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചാണ് കരിദിനമായി ആചരിച്ച് സമരം നടത്തുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും സമരത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ജയരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് UN, അതായത് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ നടത്തുന്ന സമരം കേരളത്തിലെ പല ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കരിദിനമായി പല ജില്ലകളിലും ഓരോ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ നമ്മൾ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണുള്ളത്. നിരവധി നേഴ്സുമാരാണ് ഇവിടെ ഒരു പ്രത്യക്ഷത്തിലൊരു സമരത്തിൽ, ഒരു അനിശ്ചിതകാല സമരമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഏതായാലും ഈ നേഴ്സുമാരുടെ പ്രശ്നം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല, ഇത് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. ഏതായാലും 2017 ഇവർക്ക് ഒരു ശമ്പള പരിഷ്കരണം ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം പിന്നീട് ശമ്പളം കൂട്ടിയിട്ടില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും ഗവൺമെന്റ് ശമ്പളത്തിന് അനുസൃതമായി തന്നെ ഇവർക്കും ശമ്പളം കൊടുക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. എന്തായാലും ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചും വലിയ ചൂട് നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ഈ പൊരി വെയിലത്താണ് നിരവധി നേഴ്സുമാർ ഈ ഒരു പ്രക്ഷോഭമായിട്ട് ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം നേഴ്സുമാരുടെ ഒരു സേവനം ആശുപത്രിയിൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം രോഗികളെ ശുശ്രൂഷിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിന് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട വേതനം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി, അല്ലേ? എന്താണ് ഞങ്ങളുടെ പരാതി? അതാണ് തുല്യമായ ജോലിക്ക് തുല്യമായ വേതനം എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വെറും ഞാൻ ബത്തേരി ഇക്രയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ്. ഞങ്ങളുടെ ബേസിക് ഞങ്ങൾക്ക് തുടക്കത്തിൽ, അതായത് ടോട്ടലായിട്ട് ഞങ്ങൾക്ക് പഠിച്ചിറക്കുന്ന ഒരു കുട്ടിക്ക് സാലറി കിട്ടുക എന്ന് പറയുന്നത് 16,000 രൂപയാണ്. 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് കിട്ടുന്നത് വെറും 23,000 രൂപയാണ്. ബാക്കി ഹോസ്പിറ്റലുകളെ പോലെയല്ല, വയനാട്ടിൽ നഴ്സുമാർക്ക് വളരെയധികം കുറവാണ്. വയനാടിനെ സംബന്ധിച്ച് ഇപ്പോൾ നേടിയില്ലെങ്കിൽ ഇനിയില്ല എന്ന് ഉറച്ച ബോധ്യത്തോടെയാണ് ഞങ്ങൾ ഈ സമരബോധത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാതെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ഒരടി പോലും ഞങ്ങൾ മുന്നോട്ട് പോവുകയില്ല. ഇതിലൊരു വർധനവ് ഉണ്ടായേ പറ്റുകയുള്ളൂ. മാന്യമായ വേതനം ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ സമരബന്ധത്തിലിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സാലറി തരുന്നത് മാനേജ്മെന്റ് ആണ്, അല്ലേ? അപ്പോൾ ഓരോ മാനേജ്മെന്റും അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇതിൽ കൂടുതൽ സാലറി കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം? എല്ലാ അതായത് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടിയാണ് അവർക്കൊക്കെ സാലറി കിട്ടുന്നത്. വയനാടിനെ സംബന്ധിച്ചോളം വളരെ തുച്ഛമായ സാലറി, അതായത് 2013 വേതനം പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് ഞങ്ങളുടെ പരാതി. 2017 ഒരു പുതുക്കിയ ഒരു വേതനം ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വേതനമല്ല ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. 2013 വേതനമാണ്. 2018 20,000 രൂപ സർക്കാർ ബേസിക് ആയിട്ടുള്ള സാലറി വന്നിരുന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് ബേസിക് സാലറി കിട്ടുന്നത് 10,800 ആണ്. 10,800 രൂപയാണ് ഞങ്ങളുടെ ബേസിക് സാലറി. എത്ര ടൈമാണ് നിങ്ങളുടെ ഡ്യൂട്ടി ടൈം? ഞങ്ങൾ 8 മണിക്കൂറാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. 3 ഷിഫ്റ്റ് ആയിട്ടാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. രാത്രി നൈറ്റില് പ്രത്യേകിച്ചൊന്നുമില്ല. നൈറ്റില് 12 മണിക്കൂർ, 6-12 എന്നുള്ളതാണ് നമ്മുടെ ഷിഫ്റ്റ്. നിങ്ങളുടെ ശരിക്കുള്ള ഒരു ആവശ്യം എന്താണ്? എത്ര രൂപ കിട്ടണമെന്നാണ് നിങ്ങളുടെ? ഞങ്ങൾക്ക് തുല്യ ജോലിക്ക് 40,000 രൂപ കിട്ടണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതായത് നമ്മുടെ സർക്കാർ നഴ്സുമാർക്ക് കിട്ടുന്ന അതേ വേതനം തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നാണോ, അല്ലെങ്കിൽ അതിൽ കൂടുതലോ കിട്ടണമെന്നാണോ? സർക്കാർ നഴ്സുമാർക്ക് 40,000 രൂപ ബേസിക് ആണ്. അവർക്ക് അതൊരു സാലറി കിട്ടുമ്പോഴത്തേക്ക് 1 ലക്ഷം രൂപയുടെ അടുത്ത് വരും. നമുക്ക് ടോട്ടൽ 40,000 രൂപയെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതായത് മറ്റ് ആനുകൂല്യങ്ങളൊക്കെ അടക്കം 40 കിട്ടിയാൽ മതി എന്നാണ്. തീർച്ചയായും ഇവരുടെ ആവശ്യങ്ങൾ തീർത്തും ന്യായമാണ്. എത്ര ആളുകളുണ്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ? ഏകദേശം 100ഓളം സ്റ്റാഫുകൾ ജോലി ചെയ്യുന്ന ഒരു നഴ്സിംഗ് സ്റ്റാഫുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. നിങ്ങൾക്ക് അവരോട് നിങ്ങൾക്കൊരു എന്താ പറയാ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ, അതിനെ നിങ്ങൾ ധിക്കരിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മാനേജ്മെന്റ് ഈ രംഗത്തേക്ക് എടുത്തിറക്കിയതാണ്. അങ്ങനെയെങ്കിൽ മാനേജ്മെന്റിന് ഒരിക്കലെങ്കിലും വിചാരിച്ചുകൂടെ മാന്യമായ വേതനം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളെ ഡ്യൂട്ടിക്ക് കയറ്റി രോഗികളെ പരിചരിക്കണമെന്ന് മാനേജ്മെന്റ് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇപ്പോഴത്തെ രോഗികളുടെ ഒരു അവസ്ഥ എന്താണ്? നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോ? ഞങ്ങൾ നേരത്തെ തന്നെ രോഗികൾക്ക് നോട്ടീസ് കൊടുത്തിരുന്നു. ഒരാഴ്ച മുമ്പ്, 15 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്തിരുന്നു. എല്ലാ പേഷ്യൻസിനോടും ഞങ്ങൾ പറയുകയുണ്ടായി, ഞങ്ങൾ സമരത്തിന് ഇറങ്ങുകയാണ്, അവർക്ക് ഡിസ്ചാർജ് ചെയ്യാനുള്ള സമയം കൊടുത്തു. ഓരോ രോഗിയും, അതായത് ഞങ്ങൾ സ്ട്രൈക്കിന് ഇറങ്ങിയിട്ടും ഇവിടുന്ന് ഡിസ്ചാർജ് ആവാതെ, നമ്മൾ ഡിസ്ചാർജ് ആവുന്നോടും വരെ നമ്മൾ നോക്കിയിട്ടാണ് സ്ട്രൈക്കിന് ഇറങ്ങിയത് പേഷ്യൻസിനെ. ഇപ്പോഴും ഞങ്ങളുടെ ഡയാലിസിസ് യൂണിറ്റ് വർക്കിംഗ് ആണ്. നമ്മൾ അവിടെ സ്റ്റാഫിനെ കൊടുക്കുന്നുണ്ട്. തീരെ പേഷ്യൻസിനെ മൈൻഡ് ചെയ്യാതെ അല്ല നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. എമർജൻസി വിഭാഗത്തിലൊക്കെ ആളുണ്ടോ? ഇപ്പൊ നമ്മള് ഈ ഒരു നിശ്ചിതകാല പണിമുടക്ക് തുടങ്ങിയതിന് ശേഷമാണ് നമ്മളിപ്പോ അവിടെ സ്റ്റാഫിനെ ഇല്ലാതാക്കിയത്. നിങ്ങളെ ഇത് തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ്? തുടർന്നു പോകാൻ തന്നെയാണ്. ലക്ഷ്യം വരെയും തുടർന്നുകൊണ്ട് പോകും.
തീർച്ചയായും നമുക്ക് തന്നെ ഇവിടെ കാണാം, നിരവധി നഴ്സുമാരാണ് ഈ ഒരു പൊരി വെയിലത്ത് ഇവർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ന്യായമാണ് ഇവരുടെ ആവശ്യം എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ നമ്മുടെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് മലവയൽ ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ ഈ നേഴ്സുമാരുടെ ഒരു കാര്യം വളരെ കഷ്ടമാണ്. കാരണം അവർ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു നേഴ്സ് സ്വന്തം മക്കളെ പോലെയാണ് രോഗികളെ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അർഹതപ്പെട്ട ഒരു വേതനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുടെ ഒരു സമരത്തിന്റെ പരാതി. എന്താണ് താങ്കൾക്ക് പറയാം? അല്ല, വസ്തുതയാണ്. അവർ തുടർച്ചയായിട്ട് കുറെ കാലങ്ങളായിട്ട് സമരത്തിന്റെ പാതയിലാണ്. ആ സമരത്തിനെ സർവാത്മന എല്ലാവരും പിന്തുണയ്ക്കണം എന്നുള്ളതാണ് BJPക്ക് പറയാനുള്ളത്. കാരണം എത്രയോ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഈ കുട്ടികൾ മുഴുവൻ ഈ ഒരു നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരുന്നത്. അവർക്ക് ലോൺ തിരിച്ചടയ്ക്കാനോ അവരുടെ കുടുംബം പുലർത്താനോ അവർക്ക് ആ സാലറി കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളൊരു സംവിധാനമുണ്ട്. 1333 രൂപ ഒരു ദിവസം സാലറി കിട്ടണം എന്നുള്ളത് മാത്രമേ ഇവർ അവകാശപ്പെടുന്നുള്ളൂ. അതേ സമയത്ത് ന്യായമായ ആവശ്യം അത് അവർക്ക് കിട്ടുന്നോ ഇല്ല എന്ന് മാത്രമല്ല, ഇരട്ടി ജോലിയും. സാധാരണ നമ്മളൊക്കെ കാണാം, ഓരോ ഹോസ്പിറ്റലിലും ചെന്നാൽ അവിടെയുള്ള നേഴ്സിംഗ് അല്ലെങ്കിൽ നേഴ്സുമാർ ചെയ്യുന്ന പ്രവർത്തികൾ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അവരെ പ്രശംസിക്കാനേ സമയമുള്ളൂ. കാരണം അത്രമാത്രം റിസ്ക് എടുത്തിട്ടാണ് അവരോരോ കാര്യം. പക്ഷെ അവർക്ക് വേണ്ടത്ര വേതനം കിട്ടുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പരിപൂർണമായിട്ട് ഇവരുടെ സമരത്തെ എല്ലാ മേഖലയും, സംസ്ഥാനത്ത് മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടി പിന്തുണയ്ക്കുന്നുണ്ട്. ബത്തേരിയിലും ഇന്നലെ വിംസിലും ഒക്കെ ഭാരതീയ ജനതാ പാർട്ടി ഇവരെ പിന്തുണച്ചു. തീർച്ചയായും നമുക്ക് വീണ്ടും പറയാം, നിരവധി ആളുകളാണ് ഈ വെയില്, അല്ലെങ്കിൽ ഏതാണ്ട് 103ഓളം സ്റ്റാഫുകൾ ഈ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. ഇത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഓരോ യൂണിറ്റുകളായിട്ട് തന്നെ ഈ ഒരു സമരം തുടർന്നു കൊണ്ടുപോവുകയാണ്. എന്തായാലും ഇവർക്ക് ആവശ്യപ്പെട്ട വേതനം നൽകണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ആവശ്യം. അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടോ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. തൃശൂർ വെള്ളറക്കാട് കിടപ്പ് രോഗിയായ വയോധികയെ കടിച്ചുകൊന്ന് തെരുവ് നായയെ തല്ലിക്കൊന്നു. പുലർച്ചെയോടെയാണ് നാട്ടുകാർ നായയെ പിടികൂടി തല്ലിക്കൊന്നത്. 84-കാരിയായ കാർത്യായനിയാണ് മരിച്ചത്. കാർത്യായനിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. നായയുടെ കടിയേറ്റ് മകൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരായ പ്രചാരണങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KG പ്രേംജിത്ത്, ജില്ലാ പ്രസിഡന്റ് A ഷാജു, നിയോജക മണ്ഡലം പ്രസിഡന്റ് നെടുവന്നൂർ സുനിൽ എന്നീ നേതാക്കൾ നേതൃത്വം നൽകി. കേരള കോൺഗ്രസ് B സംസ്ഥാന ജില്ലാ നിയോജക മണ്ഡലം നേതാക്കൾ പങ്കെടുത്തു. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. പാലക്കാട് കല്ലേപ്പുള്ളിയിലുള്ള ഷെയ്ഖ് ദാവൂദിന്റെയും ജസ്നയുടെയും മകൾ സന മെഹറിന്റെ 13ാം ജന്മദിനമാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ഉമ്മൂമ്മ, ഉപ്പാപ്പ, മൂത്തമ്മ, മേമ, മറ്റു കുടുംബാംഗങ്ങളൊക്കെയാണ്. സനയ്ക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകൻ അമീൻ ചോയുടെ സഹോദരി അമിഷയുടെ പിറന്നാളാണിത്. നെയ്യാറ്റിൻകര ഓലത്താന്നി സ്വദേശിയാണ് അമിഷ. കുടുംബാംഗങ്ങളാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. അമിഷയ്ക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.